എൻ്റെ കൂട്ടുകാരെ, നിങ്ങളോടൊക്കെ എനിക്ക് വയ്യാഴിയൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് കുറച്ച് മാറി നാളെ സ്കാൻ ചെയ്യാൻ പോകണം. അതിനേക്കാൾ ഏറെ ഞാനൊരു സന്തോഷം നിങ്ങളോട് പറയാനാട്ടോ. പിന്നെ ഞങ്ങൾ 16 വർഷത്തിന് മുമ്പ് ഞങ്ങൾ 4 വർഷം ഒന്നിച്ച് പഠിച്ച ഒരു റൂമിൽ ഒരു ഹോസ്റ്റലിൽ താമസിച്ച എൻ്റെ കൂട്ടുകാരി. നമുക്ക് എൻ്റെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ വീഡിയോ, അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നുന്നു. എൻ്റെ വീഡിയോസ് ഒക്കെ ഇങ്ങനെ ഓരോരുത്തർ കണ്ടിട്ട് തന്നെ ഇന്നലെ ഒത്തിരി പേര് എനിക്ക് മെസ്സേജ് ചോദിച്ചു എന്ത് പറ്റുന്ന. അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ അവൾ കണ്ടിട്ട് അവൾ മെസ്സഞ്ചർ കൂടെ എന്നെ കോൺടാക്ട് ചെയ്തു. എനിക്ക് വയ്യൊന്നും ഇന്നലെ അവൾ അറിഞ്ഞു. അതിന് മുമ്പ് എന്നെ കോൺടാക്ട് ചെയ്തു, നമ്പറൊക്കെ വാങ്ങിച്ചിട്ടാണ് എന്നെ വിളിച്ചു. അവൾ എൻ്റെ തൊട്ടടുത്ത് താമസിക്കാൻ വന്നിട്ടുണ്ട്. കുമ്പഴയിലാണ്. ഞാനും ചേട്ടായും എൻ്റെ മക്കൾ അബിയും ഞങ്ങൾ 4 പേരും കൂടെ അവിടെ ഹസ്ബൻഡിനും കുഞ്ഞിനെ കാണാൻ വേണ്ടി പോകുക കേട്ടോ. 16 വർഷത്തിന് ശേഷം നിങ്ങൾ ആദ്യമായിട്ടാണ് കാണാൻ പോകുന്നത്. അതിനിടയ്ക്ക് ഞങ്ങളെല്ലാവരും പിരിഞ്ഞിട്ട് ഇന്ന് വരെ കണ്ടിട്ടില്ല. ഭയങ്കര എൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് അല്ല വെച്ചാൽ എന്നെ അന്വേഷിച്ച് ആരെങ്കിലും വിളിക്കുന്ന കേൾക്കുമ്പോൾ എൻ്റെ ഇടയ്ക്ക് ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ ആരും അന്വേഷിച്ച് വിളിക്കാനില്ല. അപ്പം എന്നെ വേണ്ടപ്പെട്ടാണല്ലോ എന്നെ അന്വേഷിച്ച് വിളിക്കുന്നത്. അപ്പോൾ ഒത്തിരി സന്തോഷം എൻ്റെ ഇടയ്ക്ക് ഉണ്ടായി. ഇപ്പം എന്നോട് പറഞ്ഞു കൊണ്ടുപോകാം. രാവിലെ തൊട്ട് ഇന്ന് സൺഡേ അല്ലായിരുന്നു. രാവിലെ തൊട്ട് അവൾ വിളിക്കാൻ ചേട്ടായി ഒന്ന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അതിനിപ്പോൾ ഞങ്ങൾ അവിടെ പോവാം. അവളെ കുഞ്ഞിനെയൊക്കെ കാണാൻ പോകും. നിങ്ങളെല്ലാവരും കാണിക്കാതെ ഞങ്ങളുടെ കൊച്ചിൻ്റെ അടുത്തോട്ട് ഞങ്ങൾ പോവാം. പിള്ളേരാളെ വിളിച്ചുകൊണ്ടിരിക്കുക. ആൻറ്റി എവിടെ വരെ ആയെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് ക്യാൻറ്റീനിൽ കയറണമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഇത്രയും താമസിച്ചത്. അപ്പം അവിടെ ചെന്നിട്ട് വിശേഷം പറയട്ടെ. ഇതാട്ടോ എൻ്റെ ഫ്രണ്ട്. ഞങ്ങൾ ഒന്നിച്ചത് റൂമിൽ. ഇവിടെ എന്നെ വീഡിയോക്കകത്ത് കാണുന്നുണ്ടെന്നാ പറഞ്ഞ കേട്ടോ. അല്ലായ്മോ ഇല്ലത്തിൽ നിൽക്കുന്ന കേട്ടോ. ഞാൻ ഇച്ചിരി കഴിഞ്ഞപ്പോൾ ശരിക്കും വന്നത് കഴിക്കാണ്ട് ഞങ്ങൾ എത്ര വർഷം എന്റെ ഡൈവനപ്പോൾ തന്നെ ഇരിക്കുന്ന നല്ല ശാന്തമായിട്ട് കൊച്ചാ നോക്കി. ഇത്രയും നേരം ഇവിടെ പൊളിച്ചടിക്കുക കൊച്ചാണ് കേട്ടോ. നോക്കി എവിടെ ഇരുന്ന് അവൾ നോക്കിയാ എന്താ ഒരിക്കലും എന്നെ കാണാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യമാണ്. ഇനി ഞാൻ വന്നാളെ ഞങ്ങൾ അമ്മയോട് ഞാൻ പറയാം ഇത്രയും അടുത്തോളം എനിക്കറിയില്ല. എന്നെ എപ്പോഴാ വന്നത് എൻ്റെ കൊച്ചു പോവാട്ടോ. ഞാൻ ഇത്രയും അടുത്താണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ വരാം. എപ്പോഴും ഞാൻ മട്ടത്തില്ല ഉറപ്പായിട്ടും ടെൻഷൻ ആക്കില്ല കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് ഇവിടെ പരസ്പരം അന്വേഷിക്കുന്നുണ്ട്. എൻ്റെ ഈ ഫേസ്ബുക്കിൽ വീഡിയോ ചെയ്യുന്ന ഇങ്ങനെ ഒരു ഉപകാരമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ. ഇങ്ങനെ കാണാൻ പറ്റുമെന്ന്. ഞങ്ങൾ പോകാം. നാളെ പിള്ളേർക്ക് സ്കൂളുണ്ട്. ഞങ്ങളങ്ങനെ ഞാനും ചേട്ടായി മക്കളും എല്ലാം അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾക്ക് രണ്ടുപേരും ഒത്തിരി സങ്കടമായി കേട്ടോ. കാരണം ഞങ്ങളുടെ ലൈഫിൽ 16 വർഷത്തിന് ശേഷം ഞങ്ങൾ കണ്ടുമുട്ടിയ 2 വ്യക്തികളാണ്. ഒരിക്കലും ഞങ്ങൾ കണ്ടുമുട്ടുമെന്നോ ഒരിക്കലും ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത കേട്ടോ. ഞങ്ങൾ ഫേസ്ബുക്കിൽ എൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ അവൾ കണ്ട് അങ്ങനെ അവൾ എന്നെ കോൺടാക്ട് ചെയ്തു. അങ്ങനെ എൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ കിട്ടിയതാണ്. അപ്പം ഇനിയാണ് അവൾക്ക് ഭയങ്കര സന്തോഷമായി. എനിക്ക് അതിലേറെ സന്തോഷം കേട്ടോ. അപ്പോൾ അവർക്ക് മറ്റേ ഫാമാണ്, ഡ്രാഗൺ ഫ്രൂട്ടിൻ ഫാമാണ്. ഇനി എൻ്റെ അച്ഛൻ അടുത്ത പ്രാവശ്യം വരുമ്പോൾ പിന്നെ അവൾ ഫാമിൽ പോകുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും ഫാം കാണിക്കാം. എന്ത് പറയണമെന്ന് അറിയില്ല കേട്ടോ. ഭയങ്കര ഉള്ളിൽ ഭയങ്കര ഒരു വിഷമം. നിങ്ങൾ എത്ര നാൾ ഒന്നിച്ച് നിന്നതാണ്. അപ്പം പെട്ടെന്ന് മിസ് ചെയ്തപ്പോൾ ഭയങ്കര എന്നാലും കുറേ സമയം കേട്ടോ. എനിക്ക് അതിലേറെ വിഷമമായപ്പോൾ അറിയാമോ, അവൾ എൻ്റെ ഓരോ വീഡിയോസിനകത്ത് കൂടി എൻ്റെ ചേട്ടായിയുടെ ഓരോ കാര്യങ്ങൾ കേട്ടോ. ഇവിടെ ചേട്ടായി കഴിക്കുന്ന ഫുഡിൻ്റെ ഒക്കെ ഉണ്ടല്ലോ. അവൾ ആ വീഡിയോസിനകത്ത് കണ്ടിട്ടുണ്ടല്ലോ. ചേട്ടായിയുടെ ഇഷ്ടമൊക്കെ നോക്കിയിട്ട് അതുപോലെ പാവം ഒറ്റയ്ക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി കേട്ടോ. എനിക്ക് ഭയങ്കര സങ്കടമായി കേട്ടോ. കാരണം അവൾ അതും എന്താ പറഞ്ഞാൽ അവൾ അത്രയ്ക്ക് ഞങ്ങൾ ഭയങ്കര കൂട്ടായിരുന്നു. പക്ഷേ ഒരിക്കലും എന്താ പറയുന്നത് നല്ലൊരാക്കി സ്വന്തം ഒരു വീട്ടുകാരും അല്ല ചേട്ടൻ കൂടപ്പുറപ്പിനെ പോലെ ഞങ്ങൾക്ക് ഫീൽ ചെയ്ത് ഞങ്ങൾ ഇനിയും പോകും. എല്ലാം